ഗൈസ്, വെൽക്കം ടു മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലമി. പതിവ് പോലെ ടാസ്ക് കൊടുക്കാനും ഗെയിം സെഷനും ഒക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ഏലൂരാണ്. ദീപ ചേച്ചിയാണ് ഇന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. സോ ബാക്കി പരിപാടികളൊക്കെ, അതായത് എന്താണ് ടാസ്ക് എന്നൊക്കെ ഉള്ളത് ചേച്ചിക്ക് കൃത്യമായിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് പോയി നോക്കാമല്ലേ? ബാ. വൺസ് അഗെയിൻ ചേട്ടാ, ചേച്ചി, വെൽക്കം ടു ഫൺ ഫാലമി. അപ്പോൾ നമ്മളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് രണ്ടുപേരെയും ഒന്ന് പരിചയപ്പെടാം. ബട്ട് ബിഫോർ ദാറ്റ്, ഞങ്ങൾ എന്തിനാ വന്നതെന്ന് ചേട്ടൻ ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നല്ലേ? പച്ച ഷർട്ടൊക്കെ ഇട്ട് പച്ചിച്ച് വന്നിരിക്കുകയാണ് ചേട്ടൻ. ചേട്ടൻ വൺ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ചേട്ടൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഓഡിയൻസിന് വേണ്ടി രണ്ടുപേരും ഒന്ന് ഓഡിയൻസിന് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ചേച്ചി, ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞു, ദീപ ചേച്ചി. ചേച്ചി എന്താ ചെയ്യുന്നത്? വേറെ വർക്കൊന്നും ചെയ്യണില്ല, വീട്ടില് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. ഓ, സ്റ്റിച്ച് ചെയ്യും ചേച്ചി? ഇതൊക്കെ ചേച്ചി സ്റ്റിച്ച് ചെയ്തതാ? ചേച്ചിക്ക് ഇങ്ങനെ ഇവിടെ അടുത്തൊക്കെ ചേച്ചിയാണോ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുന്നത്? അങ്ങനെ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട്. ഓ, ഓക്കെ. പിന്നെ മോഡൽ ഡ്രസ്സ് കാണുമ്പോ സ്കൂളിലൊക്കെ മോളുണ്ടല്ലേ? ആ മോഡൽ ഡ്രസ്സ് കാണുമ്പോ സ്കൂളിൽ നിന്ന് അവരൊക്കെ അമ്മമാര് തയ്പ്പിക്കാറുണ്ട്, അവരുടെ മക്കൾക്ക് തയ്ച്ചു കൊടുക്കാൻ പറയാറുണ്ട്. മോൾ എത്ര പഠിക്കുന്നത്? മോളിപ്പോ 4-ാണ്, 5-ലേക്കായി. 5-ലേക്കായി. പേരെന്താ അവളുടെ? ആദിത്യ മുരളി. ആദിത്യ. ഓക്കെ, അപ്പൊ പെൺകുട്ടി ആയത് നന്നായല്ലേ? ചേച്ചിക്ക് ചേച്ചിയുടെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാൻ ഒരാളുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അവൾക്ക് പുതിയ പുതിയ മോഡൽസ് തയ്ച്ചു കൊടുക്കുമ്പോ അവിടുന്ന് എൻക്വയറീസ് വരാറുണ്ട്. ഓ, അടിപൊളി അടിപൊളി. ചേട്ടൻ എന്താ ചേട്ടാ? ചേട്ടന്റെ പേര് പറ. എന്റെ പേര് മുരളി. ഞാൻ എന്നെ ശരിക്കും അറിയുന്നത് ഏലൂർ മുരളി എന്നാണ്. ഓക്കെ, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. ഓ, ഓക്കെ ഓക്കെ. എനിക്ക് സൂര്യ ടിവിനോട് ഒരു പ്രത്യേക റെസ്പെക്ട് ഉണ്ട്, സ്നേഹമുണ്ട്. കാര്യം 8 സുന്ദരികളും ഞാനും ഒരു സീരിയൽ ഉണ്ടായിരുന്നു, കോമഡി സീരിയൽ. ഞാൻ ജാഫർ ഇടുക്കി, ബിജുക്കുട്ടൻ, ഞങ്ങളെ കൂടിയായിരുന്നു അത് ചെയ്തോണ്ടിരുന്നത്. ഞാൻ എല്ലാ എപ്പിസോഡിലും ഞാൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ചേട്ടന്റെ ഫേസ് കണ്ടിട്ട് ചോദിക്കാൻ വരുമായിരുന്നു, ചേട്ടൻ ഒരു കലാകാരനാണോ? ചേട്ടൻ പാട്ട് പാടുമോ എന്നൊക്കെ? ഒരു മ്യൂസീഷ്യന്റെ ലുക്കില്ലേ ഗൈസ്, അല്ലേ? ഓക്കെ, ചേട്ടൻ അല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോ FACT വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ചേട്ടൻ എന്തൊക്കെയാ, ഐ മീൻ ഈ കലാപരമായിട്ട് മിമിക്രി പറഞ്ഞു, വേറെ എന്തൊക്കെ പാട്ട് പാടുമോ, സ്ക്രിപ്റ്റ് എഴുതുമോ, എന്തൊക്കെ പരിപാടികളാണ്? വലിയ പാട്ടില്ലെങ്കിൽ ഞാൻ ചെറുതായിട്ടൊക്കെ പാടും. പിന്നെ ഞാൻ അറബിയില് മൃദംഗം സബ് വോക്കലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് പാട്ടും നമ്മൾ സബ് വോക്കൽ എടുത്തുകൊണ്ട് അങ്ങനെ ചെറുതായിട്ട് കിട്ടിയത്. മൃദംഗമാണോ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നത്? ഇൻസ്ട്രുമെന്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മിമിക്രിയാണ്. ഇപ്പൊ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്തായാലും ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ കിട്ടിയില്ലേ? ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു 1-2 ആരുടെങ്കിലേക്ക് ഒരു വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത് തരാമോ? നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ ഒരു പ്രോഗ്രാം, പാട്ടുപെട്ടി എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യാൻ ഫോണിൻ പരിപാടിയാണ്. സ്റ്റേജ് ചെയ്യാനാണോ? ഹലോ നമസ്കാരം, ഹലോ നമസ്കാരം. എൻ്റെ പൊന്ന് കർത്താവ്, ഗണപതിക്ക് വെച്ചത് തന്നെ കാക്ക കൊണ്ടുപോയല്ലോ. കുഴപ്പമില്ല, അടുത്തത് നോക്കാം. ഹലോ നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. നമസ്കാരം. ആരാ സംസാരിക്കുന്നത്? ഞാൻ രാധയാണ്. രാധ എവിടുന്നാ വിളിക്കുന്നത്? ഞാനങ്ങ് കോതമംഗലത്ത് നിന്നാ വിളിക്കുന്നത്. രാധ കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചതാണ്. എന്താ ചെയ്യുന്നത്? ഞാനൊരു കോളേജിലെ അധ്യാപികയാണ്. കൊള്ളാം. ഭർത്താവിന്റെ പേരെന്താണ്? ഭർത്താവല്ല, ഭാര്യയാണ്. എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. അത് എൻ്റെ ശബ്ദം ഇങ്ങനെ ആയതുകൊണ്ട്, എൻ്റെ ശരിക്കും പേരും രാധാകൃഷ്ണൻ എന്നാണ്. എൻ്റെ ശബ്ദം ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും എന്നെ രാധ എന്നാണ് വിളിക്കുന്നത്. ഓ എടാ തെണ്ടി രാധാകൃഷ്ണ, ഇത് നിനക്ക് നേരത്തെ പറയായിരുന്നില്ലേടാ. ഓ, നിനക്ക് ഏത് പാട്ടാണ് വേണ്ടത്? എനിക്ക് കലാഭവമണിയുടെ ഒരു പാട്ട് വേണം. നിനക്ക് കലാഭവമണിയുടെ ഒരു പാട്ട് ഞാൻ വെച്ചു തരാം. ഓ, ഇതാ പിടിച്ചോ. കലാഭവന്റെ പാട്ട് പാടും. എന്നിട്ട് സ്റ്റേജിൽ അടുത്ത സൗണ്ടിലേക്ക് പോകും നമ്മളല്ലേ? ഓ, ഓക്കെ ഓക്കെ. ചേച്ചി, ചേട്ടൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പോൾ വീട്ടിൽ നമുക്കുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാ? അതായത് നമ്മളെ യൂഷ്വലി ഇങ്ങനെ ആർട്ടിസ്റ്റുകളാകുമ്പോൾ അവർ നമ്മളെ ഒബ്സർവ് ചെയ്യും, കളിയാക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വീട്ടിലെങ്ങനെയാ ചേട്ടൻ? വീട്ടില് കോമഡിയാണ്, ഫുൾ ടൈം കോമഡിയാണ്. ചിരിപ്പിച്ചോണ്ടേ ഇരിക്കണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ. അത് അങ്ങനെ ഒരു ഇതുണ്ട്. ചേച്ചി അഭിനയിക്കുവോ ചേട്ടൻ? ചേച്ചിയുടെ മാനറിസംസ് ഒക്കെ?
ഞാനാ ചിരിയെ കാണിക്കുക ഒന്ന് ചെയ്യാമോ? അതും കൂടെ ഒന്ന് ഇരിക്കട്ടെ. അങ്ങനെയല്ല, അത് ചിരിച്ചാ ഇൻസൾട്ടിങ് അതുകൊണ്ട്. ആണോ ചേച്ചി? അത്ര വലിയ ചിരിയാണോ? അങ്ങനല്ല, അതല്ല, നമുക്കത് വേറെ. നമുക്ക് ക്യാമറ ഇല്ലാതെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും വീട്ടിലേക്ക് വരാനുള്ളതാണല്ലോ. അത് ശരിയാ, ഞങ്ങളിപ്പോ പോവല്ലോ, എപ്പോഴും പറയുന്ന പോലെ ഞങ്ങൾ പോകും, പിന്നെ നിങ്ങൾ രണ്ടും കൂടെ ആണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ചേട്ടൻ എന്ത് പണിയാ ചേച്ചി കൊടുക്കാൻ പോകുന്നത്? ചേട്ടന് അടുക്കളയില് ഇഷ്ടമാണ് അടുക്കള പണിയൊക്കെ, പക്ഷെ ഞാൻ ചെയ്യിക്കൂല. കാരണം നമുക്കത് ഇരട്ടി പണി വേറെ കിട്ടും. ആണോ? അതുകൊണ്ട് ഞാൻ വിചാരിച്ച സ്നേഹം കൊണ്ടാണ്. അടുക്കള കേട്ടാറുള്ളത്. പിന്നെ പണി എന്താ ചേച്ചി ഇപ്പൊ കൊടുക്ക? പിന്നെ കൊറേ ചെടികളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. അത് കൊറേ നാളെ നടാൻ പറഞ്ഞിട്ട് നടണില്ല, ഇതുവരെ ഒന്നും നടന്നില്ല. ഇനി നമുക്ക് ഇന്ന് അതങ്ങോട്ട് ചെയ്താലോ? എന്തായാലും ചേട്ടൻ പറ്റിയ കോസ്റ്റ്യൂം, പച്ച ഉടുപ്പൊക്കെ ഇട്ട് വന്ന് നമുക്ക് കുറച്ച് പച്ചച്ചെടി നട്ടാലോ? അല്ല, പക്ഷെ കുറച്ച് വെയിലൊക്കെയാ ചേട്ടാ. നല്ല അത്യാവശ്യം എളുപ്പമുള്ള പണിയൊന്നും അല്ല. ഈ കാലാവസ്ഥ ഒക്കെ വെച്ചിട്ട് കുറച്ച് പണിയുള്ള പണി തന്നെ കിട്ടിയത്. ഞങ്ങളിവിടെ ഈ പെട്ടെന്ന് 6 മാസത്തിനുള്ളിൽ കായ്ക്കുന്ന ചക്ക, പ്ലാവ്, പിന്നെ പേര, പിന്നെ മറ്റേ ഇതൊക്കെ കൃഷിഭവനിൽ നിന്ന് മേടിച്ചു. കൃഷി മറ്റേ മണ്ണൂത്തിന്ന് ഇവിടെ ആള് കൊണ്ടു തന്നു. കാർ ഷെഡിൽ ഇരിപ്പുണ്ട്. കൊറേ നാളെ വാങ്ങിച്ചു വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ കാർ ഷെഡിൽ ഇരിക്കുന്ന ചെടിയൊക്കെ അങ്ങോട്ട് എടുത്ത് ചേട്ടനെ കൊണ്ട് നടിപ്പിച്ചാലോ? എല്ലാം നടന്നു. എത്ര എണ്ണം നടണം? അത് ഞാനല്ല, ചേച്ചിയാണ് തീരുമാനിക്കുന്നത്. മതി, ഒരെണ്ണം മതിയല്ലേ? തൽക്കാലത്തേക്ക് പാവോട്ടാ, ഒരെണ്ണം മതി. എന്തായാലും നല്ല വെയിലും ഒക്കെ. പാടാണ് ഇങ്ങനെ കൽപ്പൊടി ആയതുകൊണ്ടേ കുറച്ച് പാടുണ്ട്. ഒരെണ്ണം മതി. ചേച്ചി നമ്മളെ വിളിച്ച് പണി കൊടുക്കാനൊക്കെ വിളിച്ചെങ്കിലും ചേച്ചി കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പണികളാണ് കൊടുക്കുന്നത്. ഒരെണ്ണം മതി. അപ്പൊ എന്തായാലും ചേട്ടാ ഒരെണ്ണം മതി. അപ്പൊ ചേട്ടന് ഡ്രസ്സ് മാറണോ? വൈറ്റ് അല്ലേ, അഴുക്കാവില്ല? ആണോ? ഓക്കെ. സൺസ്ക്രീൻ ഒക്കെ വേണമെങ്കിൽ ഒന്ന് തേച്ചോ, കുറച്ച് വെയില. അപ്പൊ എന്തായാലും ചേട്ടാ നമുക്ക് ചെടി നടാൻ പോയാലോ? പോവാ. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് ഏതാ നമ്മള് നടുന്നേ? ഇത് പേര. പേര നടാം. ഓക്കെ, ടൂൾസ് ഒക്കെ എടുക്കണ്ടായോ? അതെ, ടൂൾസ് ഇവിടെ റെഡിയാണല്ലോ. ഓക്കെ, എങ്ങോട്ട് പോണം നമുക്ക്? നമുക്ക് ഇവിടെ പറ്റിയൊരു സ്ഥലമുണ്ട്, ആ ഏരിയയിൽ നല്ലൊരു സ്ഥലമുണ്ട്. എങ്കിൽ അങ്ങോട്ട് പോവാം. എടുത്തോ. ഇവിടെ നല്ല സ്ഥലമാണ്. ഈ ഏരിയ ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? കാരണം നമുക്ക് പെട്ടെന്ന് പേരൊക്കെ പറിച്ച് തിന്നാൻ പറ്റും. ഞാൻ ചോദിച്ച തണല്, നല്ല വെയിലുണ്ട്, നല്ല വെയിൽ കിട്ടും. സത്യം പറഞ്ഞ ചേട്ടന്റെ പണിയുടെ കൂടെ എനിക്കും കൂടെ പണി കിട്ടി. 8ന്റെ പണി ഈ വെയിലത്ത് ഞാനും കൂടെ നിൽക്കേണ്ടി വന്ന്. ചേച്ചി നൈസായിട്ട് ഞാൻ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. ആ ബുദ്ധി എനിക്ക് അപ്പൊ തോന്നിയില്ല. തട്ടിക്കൂട്ടൽ ചെടി നടലല്ലേ ഇത് എന്ന് എനിക്ക് ചെറിയൊരു സംശയം. ഇതേ നമ്മൾ വെയിലത്താണല്ലോ നിൽക്കുന്നത്, എൻ്റെ ഒരു ഓ ഇല്ല, ഞാൻ കുറച്ച് വെയിൽ കൊണ്ടോളാം. സാരി, ചേട്ടൻ നന്നായിട്ട് ചെയ്തു. ഇത്തിരി വെള്ളം ഒഴിച്ചോട്ടെ. വെള്ളം എടുത്തിട്ട് വരാം. ഓ, വെള്ളം എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് അത്ര പ്രോപ്പർ ആയിട്ടില്ല നട്ടിട്ട്. ഇനി വെള്ളമൊക്കെ ഒഴിച്ച് ലാസ്റ്റ് പരിപാടികൾ ചെയ്യുമ്പോൾ ഇത് ശരിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇത് ചരിഞ്ഞിരിക്കുകയല്ലേ ഗൈസ് ഒരിച്ചിരി, അല്ലേ? ചേട്ടൻ ഇനി വെള്ളമൊക്കെ ഒഴിച്ച് ലാസ്റ്റ് ഇനി ഇത് ശരിയാക്കുമോ നമുക്ക് നോക്കാം എന്തായാലും. ഇതാ ഞാൻ ചോദിച്ചത്, ആദ്യം വെള്ളം ഒഴിക്കണോന്ന്. വേണ്ട, ഇപ്പഴാ? അത് മണ്ണ് ഇതാക്കാൻ വേണ്ടിയായിരുന്നു. പേര തന്നതും ഇതുപോലെ തന്നെ ഇത്തിരി വളവുണ്ട്. പേര തന്നത് വളവുണ്ടെന്ന് കൊണ്ട് തന്നതേ അവര് വെച്ചിട്ട് പോയത്. എടുത്തപ്പോ എനിക്ക് ഇത്രയും വളവ് തോന്നിയില്ലായിരുന്നു. കുറച്ച് ചേട്ടന് കുറച്ച് ആഡംബര അലങ്കോല പണികളൊക്കെ ഉണ്ട്. കുറച്ച് അലങ്കാര പണിയൊക്കെ ചെയ്ത് ബാക്കി നമ്മൾ നട്ടതിനകത്തെ കുറവ് നമുക്ക് ഇങ്ങനെ അല്ലേ? കാണുമ്പോ കണ്ണിപ്പൊടിയുടെ. ഓക്കെ, അപ്പൊ നമുക്ക് ചേച്ചിയെ വിളിക്കണ്ടായോ? വിളിച്ചു.
ചേച്ചി വിളിക്കട്ടെ? വിളിച്ചിട്ട് എന്തെങ്കിലും പറയാം. എന്ന് പറയാം. ചേച്ചിക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും? ഇഷ്ടപ്പെടും. പേരക്കല്ല, വലുതായി കഴിഞ്ഞാൽ തിന്നാല. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി വിളിക്കാം. ചേച്ചി വാ. അടുത്ത് തന്നെ നിന്നു. വാ. അങ്ങനെ ഗംഭീരമായി ചേട്ടൻ പേര നട്ടിട്ടുണ്ട്. ഇവിടെ സൈഡിൽ നിന്നൊക്കെ ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ടോ? ഒടിച്ചു ചേച്ചി, നശിപ്പിച്ചു. ഇതാണ് കൊടുക്കാത്തത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ചേച്ചി എന്താ അടുപ്പിക്കാത്തത്. ഇതെങ്ങനെയുണ്ട് ചേച്ചി നട്ടത് മൊത്തത്തിൽ? നന്നായിട്ടുണ്ട്. വെറുതെ പറയല്ലേ, സത്യം പറയാം. ഇത് ചരിഞ്ഞിരിക്കുമല്ലേ ചേച്ചി? അത് കുഴപ്പമില്ല. ഈ ഒടിഞ്ഞതങ്ങ് ഒടിച്ചളയാവോ? ഓടിച്ചോളെ. ഇപ്പൊ കുഴപ്പമില്ല കാണാൻ അല്ലെ? അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ചേച്ചി സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ ആയോ? എനിക്ക് നട്ട് കണ്ടാ മതിയായിരുന്നു. നട്ട് കണ്ടാവും. ഞാൻ നേരത്തെ കോസ്റ്റ്യൂം മാറ്റുന്നു ചോദിച്ചാൽ എന്താന്ന് ഇപ്പൊ മനസ്സിലായി. വെള്ളം മുണ്ട് എടുത്തോണ്ട് നിന്നപ്പോ മനസ്സിലായില്ല. അതാ ഞാൻ നേരത്തെ യെസ്. അപ്പൊ ഇതിനകത്തൊക്കെ അഴുക്കായിട്ടുണ്ട്. ചേച്ചിക്ക് പിന്നെ എക്സ്ട്രാ പണിയായിട്ടുണ്ട്. അതായത് എന്തായാലും ചേട്ടനെ കൊണ്ട് നമ്മൾ പേര് നടിപ്പിച്ചു. ചേച്ചി അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയി. നമ്മൾ കൊടുത്ത പണി അങ്ങോട്ട് ചേട്ടൻ വൃത്തിയായിട്ട് ചെയ്തു. വൃത്തിയായിട്ടാ കുഴപ്പമില്ല, ഏകദേശം വൃത്തിയായിട്ട് അങ്ങോട്ട് ചെയ്തു. അപ്പൊ ഇനി അടുത്ത പണി വരാൻ പോകുന്നത് ആർക്കാണ്? ചേച്ചിക്കാണ്, ഓബിയസ്ലി. അപ്പോൾ അതായത് നമുക്കൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനമുണ്ട്. ആ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനം തരണം എന്നുണ്ടെങ്കിൽ ഞാനും ചേച്ചിയും കൂടെ ഒരു ചെറിയ ഗെയിം സെഷൻ ഉണ്ട്. ആ ഗെയിം സെഷനിൽ ചേച്ചി ജയിച്ചു കഴിഞ്ഞാലാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനം തരിക. അപ്പൊ ഈ പേര് നട്ട് കഷ്ടപ്പെട്ട ചേട്ടന് വേണമെങ്കിൽ നമുക്ക് സമ്മാനവും കൊടുക്കാം. റെഡിയല്ലേ? ഞാനും ചേച്ചിയും തമ്മിലുള്ള ഒരു ഗെയിം സെഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആസ് യൂഷ്വൽ നമ്മളിതാ 3 ഗെയിം കാർഡുമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ചേച്ചിയാണ് ഇതിൽ ഏത് ഗെയിമാണ് നമ്മൾ കളിക്കേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യാൻ പോകുന്നത്. ചേച്ചി ഏത് ഗെയിം വേണം? ഓക്കെ, ഇതാണ് ചേച്ചി ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ്, ഈ കാർഡാണ്. സോ ചേച്ചി ഗ്ലാസും സ്പൂണും ഒക്കെ ഉള്ള ഒരു ഗെയിമാണ്. ഇതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം പ്രോപ്പർട്ടീസ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടീസ് ഒക്കെ വരട്ടെ, എന്നിട്ട് നമ്മൾ ഗെയിം സെഷനിലേക്ക് പോകുന്നതായിരിക്കും. പ്രോപ്പർട്ടീസ് പ്ലീസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രോപ്പർട്ടീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേച്ചി എന്താ വരണ്ട് നിൽക്കുന്നത്? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സിമ്പിൾ ഗെയിമാണ് ചേച്ചി. അതായത് നേരത്തെ നമ്മൾ ആ ഗെയിം കാർഡിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്പൂണും ഗ്ലാസും ഉണ്ടെന്ന്. സോ ദാ പ്രോപ്പർട്ടീസ് സെറ്റ് ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ 2 സ്പൂൺ വെച്ചിട്ട്. ഇതിങ്ങനെ ഒരൊറ്റ ഇടി ഇവിടെ ഇരിക്കണം. അപ്പോൾ ഇത് തെറിച്ച് ചെന്ന് ഗ്ലാസ്സിനകത്ത് വീഴും. ഗ്ലാസ്സിനകത്ത് വീഴണം. അതാണ് ഗെയിം. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ചേച്ചി കളിക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് വിന്നറിനെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ, ചേച്ചി കളിക്കുന്ന സമയത്ത് ഞാൻ എന്താ ഇവിടെ ടൈമർ സെറ്റ് ചെയ്യും. അപ്പോൾ ചേച്ചി എത്രാമത്തെ മിനിറ്റിലാണ് ഇത് ഇടുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ലോക്ക് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ഞാൻ കളിക്കുന്ന സമയത്ത് അതിന് മുമ്പ് ഞാൻ ഫിനിഷ് ചെയ്താലേ ഞാൻ ജയിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഗെയിം. അപ്പോൾ എന്തായാലും ചേച്ചി കളിക്കല്ലേ ആദ്യം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? വീഴേണ്ടതായിരുന്നു. അയ്യോ, അത് അടുത്ത് വരെ വന്നിട്ട് പോയതായിരുന്നു. എനിക്കിത് കണ്ടിട്ട് ടെൻഷൻ ആവുന്നു. ദൈവം, ഇത്രയും പാടായിരുന്നോ? സോ ഇപ്പൊ തന്നെ ഓൾറെഡി ഒരു 4 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഒരു 5 മിനിറ്റ് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഒരു 1 മിനിറ്റും കൂടെ ലെഫ്റ്റ് ഉള്ളൂ. സോ അതിനോടകം ചേച്ചി സ്പൂൺ അതിനകത്തേക്ക് ഇടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തൊക്കെ വന്നിട്ട് പോയി. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ്സ് ആവാനായിട്ട് ഇനി ഒരു 10 സെക്കൻഡ്സും കൂടെ ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് കൗണ്ട് ചെയ്തേക്കാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അപ്പോൾ നമ്മുടെ 5 മിനിറ്റ്സ് ഇതാ തീർന്നു കഴിഞ്ഞിരിക്കുന്നു ചേച്ചി. അപ്പോൾ 5 മിനിറ്റ്സ്, വിതിൻ 5 മിനിറ്റ്സ് ചേച്ചിക്ക് ഇതിനകത്തേക്ക് ഇടാൻ പറ്റിയില്ല. അപ്പം ഇനി അടുത്ത ഞാനാണ് നോക്കുന്നത്. അപ്പോൾ 5 മിനിറ്റിനുള്ളിൽ എനിക്ക് ഇടാൻ പറ്റുമോ ഇടുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്തായാലും നോക്കാം. അടുത്ത എൻ്റെ ടേൺ ആണ്.
ഏകദേശം എത്ര സമയമായി ചേച്ചി ഇത്? 3 മിനിറ്റ് 50 സെക്കൻഡ്. 3 മിനിറ്റ് 50 സെക്കൻഡ് അല്ലേ? ഓക്കെ. അപ്പോൾ ഞാനൊരു 3 minutes 50 secondsലാണ് ഞാനിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ചേച്ചിക്ക് നമ്മൾ കൊടുത്ത ടൈം ഫ്രെയിം അല്ല, നമ്മൾ ഓൾ ടുഗെദർ നോക്കിയിട്ടുള്ളത് 5 minutes ആയിരുന്നു. സോ ഞാൻ 3 minutes 50 seconds ഇട്ടത് കാരണം ഞാൻ ജയിച്ചിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ചേച്ചിക്ക് തരാൻ പറ്റത്തില്ല. പക്ഷേ ചേച്ചി വിഷമിക്കണ്ട. ചേച്ചി ഓൾറെഡി ഒന്ന് വിഷമിച്ചിട്ട് ഗെയിം തുടങ്ങിയപ്പോൾ തൊട്ട് നേരത്തെ അവിടെ വെച്ച് കണ്ട ചിരിയൊക്കെ പോയി ഗെയിം തുടങ്ങിയപ്പോൾ തൊട്ട്. പക്ഷേ ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി വിഷമിക്കേണ്ട. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഞങ്ങൾക്ക് തരാൻ പറ്റാത്തത്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ വേറെ കുറച്ച് സെറ്റ് ഓഫ് ഗിഫ്റ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് തരാനായിട്ട്. കുറച്ചധികം സമ്മാനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഫുൾ ഫാമിലിയെ വിളിച്ചിട്ട് എല്ലാവർക്കും കൂടെ ആയിട്ട് അതങ്ങോട്ട് കൊടുത്താലോ അല്ലേ? സോ നമുക്ക് ചേച്ചിയുടെ ഫുൾ ഫാമിലി ഇങ്ങോട്ട് വിളിച്ച് എല്ലാവർക്കും നമ്മുടെ നല്ല അടിപൊളി സമ്മാനങ്ങൾ കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പം ദീപ ചേച്ചി, മുരളി ചേട്ടൻ ആൻഡ് ഹോൾ ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സെറ്റ് ഓഫ് ഗിഫ്റ്റ്സ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പരിചയപ്പെടാനായിട്ട് 3 പേര് ഇവിടെ ഉണ്ടല്ലോ. മോളായിരിക്കും ആദ്യത്തെ. ഇതാണോ? ഓക്കെ. ഹായ്. മോളുടെ പേര് പറ. ഋത്തിക. ഋതു. ഇവര് ആരാണ്? മുരളി ചേട്ടന്റെ അനിയന്റെ മക്കളാണ്. ഓക്കെ. രണ്ടുപേരും എത്രല്ല പഠിക്കുന്നത്? ആണോ? വലിയ കുട്ടിയാണല്ലേ. ഞാൻ വിചാരിച്ച സ്കൂളിൽ എന്തോ പഠിക്കാന്ന്. ഓക്കെ. മോനോ? ഞാൻ 10th-ലേക്കാണ് അല്ലേ? ഓക്കെ. ഈ കൂട്ടത്തിൽ ആരൊക്കെയോ പാട്ട് പാടുന്ന ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതാരായിരുന്നു? അനിയന്റെ മോൻ ഋതുൽ രാജേഷ് രാജഗിരിയിൽ പഠിക്കുന്നതാണ്. നന്നായിട്ട് പാട്ട് പാടും. അവൻ ഓട്ടംതുള്ളിൽ കളിക്കും. പിന്നെ നാടകത്തിലൊക്കെ ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. മോളും സംഗീതം പഠിക്കുന്നുണ്ട്. നന്നായിട്ട് പാടുന്നതാണ്. പാട്ടുകാരെ ഒരുമിച്ച് കിട്ടിക്കഴിയുമ്പോൾ ഒരു പാട്ട് കേൾക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരിൽ ആരാ ഇപ്പൊ പാടാൻ പോന്നെ? രണ്ടുപേരും പാടുമല്ലേ? അപ്പോൾ എങ്കിൽ നമുക്ക് രണ്ടുപേരെയും കൊണ്ട് എങ്കിൽ ഞാൻ പാടിപ്പിക്കാം. ആദ്യം എങ്കിൽ മോനൊന്ന് പാടാവോ? ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാശലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാശലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ്. അടിപൊളി. ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ മൂഡ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തല്ലേ? അടിപൊളിയായിട്ട് പാടി മോനെ. അപ്പൊ ഞാൻ എന്തായാലും ഗിഫ്റ്റ് കൊടുത്തു തുടങ്ങട്ടെ. മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്, ഇനി സ്പൈസസും. മൈ ചോയ്സിന്റെ അടിപൊളി ഒരു സമ്മാനം. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. കാലങ്ങൾ എത്ര മാറിയാലും ഒട്ടും മാറാതെ കേരള തനിമയോടും ശുദ്ധതയോടും കൂടി ലെസ് സോൾട്ടഡ്, പ്രിസർവേറ്റീവ്സ് ഒട്ടും ആഡ് ചെയ്യാത്ത രുചിഭരണി അച്ചാർ. രുചിഭരണിയുടെ നല്ല അടിപൊളി ഒരു മാംഗോ പിക്ക്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കാർ കെയർ പ്രോഡക്റ്റ് ബ്രാൻഡായ ഡീപോൾ അവതരിപ്പിക്കുന്ന കാർ കെയർ ആൻഡ് ഹോം ക്ലീനിംഗ് പ്രോഡക്റ്റ്. Wallstal consumers, do we shine? A complete solution for a healthier living. ഇതാ Wallstalന്റെ നല്ല അടിപൊളി ഒരു സമ്മാനം. അപ്പോൾ എനിവേസ് എന്തായാലും ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരാളോടും കൂടെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അയാളുടെ പാട്ടും കൂടെ എന്തായാലും കേൾക്കും എന്നുള്ളത്. സോ പാട്ട് കേൾക്കാം. അതിനു മുമ്പ് ഇതുപോലെ മറ്റൊരു അടിപൊളി എപ്പിസോഡുമായി ഞാൻ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി ആൻഡ് മോളെ പാട്ടുപാടി. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ
രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂ